ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ രസകരമായ ഒരു കഥയാണ്. ലിയ മൊഫ്ലാഹർട്ടി എഴുതിയ അവന്റെ ആദ്യ പറക്കൽ, അതായത് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഈ കഥ ഒരു യുവ സീഗളിന്റെ, അതായത് കടൽക്കാക്കിയുടെ കഥയാണ്. പറക്കാൻ ഭയമുണ്ടായിരുന്ന ഒരു യുവ സീഗളിനെ അവന്റെ മാതാപിതാക്കൾ എങ്ങനെ പറക്കാൻ പ്രേരിപ്പിച്ചു എന്നതാണ് ഈ കഥയുടെ ഇതിവൃത്തം. കഥയുടെ ചുരുക്കം: ഒരു പാറയുടെ അറ്റത്ത് ഒറ്റയ്ക്കായിരുന്നു യുവ സീഗൾ. അവന്റെ സഹോദരങ്ങളും സഹോദരിയും തലേദിവസം തന്നെ പറന്നുപോയിരുന്നു. അവരോടൊപ്പം പറക്കാൻ അവന് പേടിയായിരുന്നു. പാറയുടെ അറ്റത്തേക്ക് ഓടിച്ചെന്ന് ചിറകുകൾ വീശാൻ ശ്രമിച്ചപ്പോൾ താഴെയുള്ള വിശാലമായ കടൽ കണ്ടപ്പോൾ അവന് ഭയം തോന്നി. തന്റെ ചിറകുകൾ തന്നെ താങ്ങില്ലെന്ന് അവന് ഉറപ്പായിരുന്നു. അതുകൊണ്ടവൻ തലതാഴ്ത്തി രാത്രി ഉറങ്ങാറുള്ള പാറയുടെ ദ്വാരത്തിലേക്ക് തിരികെ ഓടി. അവന്റെ മാതാപിതാക്കൾ അവനെ കളിയാക്കുകയും ശകാരിക്കുകയും പറന്നുപോയില്ലെങ്കിൽ പട്ടിണിക്കിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ അവന് അനങ്ങാൻ കഴിഞ്ഞില്ല. ഇത് സംഭവിച്ചിട്ട് 24 മണിക്കൂറായി. അപ്പോഴേക്കും അവന്റെ കുടുംബം അവനെ ഒഴിവാക്കിയിരുന്നു. അവന്റെ മാതാപിതാക്കൾ അവന്റെ സഹോദരങ്ങളെയും സഹോദരിയെയും തിരമാലകൾക്ക് മുകളിലൂടെ പറക്കാനും മീനിനായി മുങ്ങാനും പഠിപ്പിക്കുന്നതവൻ കണ്ടു. അവന്റെ മൂത്ത സഹോദരൻ ആദ്യമായി ഒരു ഹെറിങ് മീനിനെ പിടിക്കുന്നതും അവൻ കണ്ടു. സൂര്യൻ ഉച്ചസ്ഥായിയിലെത്തിയപ്പോൾ അവന് ചൂടനുഭവപ്പെട്ടു. കാരണം തലേദിവസം രാത്രി മുതൽ അവൻ ഒന്നും കഴിച്ചിരുന്നില്ല. അവന്റെ കൂട്ടിൽ ഒരു കഷ്ണം ഭക്ഷണവും അവശേഷിച്ചിരുന്നില്ല. മാതാപിതാക്കളുടെ അടുത്തേക്ക് പറക്കാതെ എത്താൻ അവൻ ശ്രമിച്ചു. പക്ഷേ അവനും മാതാപിതാക്കൾക്കുമിടയിൽ ഒരു വലിയ വിടവുണ്ടായിരുന്നു. ഒടുവിൽ വിശപ്പ് സഹിക്കവയ്യാതെ അവൻ ഉറങ്ങാൻ ശ്രമിക്കുന്നതായി നടിച്ചു. പക്ഷേ അവന്റെ കുടുംബം അവനെ ശ്രദ്ധിച്ചില്ല. അവന്റെ അമ്മ മാത്രം അവനെ നോക്കുന്നുണ്ടായിരുന്നു. അവൾ ഒരു കഷ്ണം മത്സ്യം കടിച്ച് പാറയിൽ ഉരസുന്നതവൻ കണ്ടു. ഭക്ഷണത്തിന്റെ കാഴ്ച അവനെ വല്ലാതെ ആകർഷിച്ചു. ഭക്ഷണം യാചിച്ചുകൊണ്ടവൻ കരഞ്ഞു. അവന്റെ അമ്മ അവനെ കളിയാക്കി മറുപടി പറഞ്ഞു. എന്നാൽ 1 മിനിറ്റിന് ശേഷം അവൾ ഒരു കഷ്ണം മീനുമായി അവന്റെ അടുത്തേക്ക് പറന്നുവന്നു. അവൾ പാറയുടെ അരികിലെത്തിയപ്പോൾ അവന്റെ അടുത്തെത്താറായപ്പോൾ അവൾ നിന്നു. അമ്മ കൂടുതൽ അടുത്തേക്ക് വരാത്തത് കണ്ട് അത്ഭുതപ്പെട്ടവെങ്കിലും വിശപ്പ് കാരണം അവൻ മീനിനായി ചാടി. അതോടെ അവൻ താഴേക്ക് പതിച്ചു. വലിയൊരു ഭയം അവനെ പിടികൂടി. അവന്റെ ഹൃദയം നിലച്ചുപോയതുപോലെയായി. പക്ഷേ അത്1 മിനിറ്റ് മാത്രം നീണ്ടുനിന്നു. അടുത്ത മിനിറ്റിൽ അവന്റെ ചിറകുകൾ പുറത്തേക്ക് വിരിഞ്ഞു. അവൻ പറക്കാൻ തുടങ്ങി. അവന് പേടി മാറിയെന്ന് തോന്നി. തുടർന്നവൻ ചിറകുകൾ വീശി മുകളിലേക്ക് പറന്നു. അവന്റെ അമ്മയും അച്ഛനും സഹോദരങ്ങളും സഹോദരിയും അവനെ ചുറ്റും പറന്ന് അവനെ പ്രോത്സാഹിപ്പിച്ചു. തനിക്ക് പറക്കാൻ കഴിയില്ലായിരുന്നു എന്നവൻ പൂർണ്ണമായും മറന്നുപോയി. പിന്നെ അവൻ തിരമാലകൾക്ക് മുകളിലൂടെ പറന്നു. അവന്റെ കുടുംബം കടലിലിറങ്ങിയപ്പോൾ അവനും അവിടെ ഇറങ്ങാൻ ശ്രമിച്ചു. അവന്റെ കാലുകൾ കടലിലേക്ക് താഴ്ന്നു പോകുമ്പോൾ അവൻ ഭയന്ന് നിലവിളിച്ചു. പക്ഷെ വിശപ്പും പുതിയ അനുഭവം കാരണം അവൻ തളർന്നിരുന്നു. അവന്റെ വയറ് കടലിൽ തൊട്ടപ്പോൾ അവൻ മുങ്ങിയില്ല. അവൻ വെള്ളത്തിൽ ഒഴുകി നടന്നു. അവന്റെ കുടുംബം അവന്റെ ചുറ്റും നിലവിളിക്കുകയും അവനെ പ്രശംസിക്കുകയും ചെയ്തു. അവർ അവന് ഡോഗ്ഫിഷ് കഷ്ണങ്ങൾ നൽകി. അങ്ങനെ അവൻ തന്റെ ആദ്യത്തെ പറക്കൽ പൂർത്തിയാക്കി. ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ വിജയിക്കാൻ ആത്മവിശ്വാസവും ധൈര്യവും എത്രത്തോളം പ്രധാനമാണെന്ന്. ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് കർശനമായി തോന്നിയേക്കാം. പക്ഷേ അത് നമ്മളെ സ്നേഹിക്കാത്തതുകൊണ്ടല്ല, മറിച്ച് ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ നമ്മെ പ്രാപ്തരാക്കാൻ വേണ്ടിയാണ്. ഈ കഥയിൽ കടൽക്കാക്കിയുടെ മാതാപിതാക്കൾ ചെയ്തതും അതുതന്നെയാണ്. എല്ലാവർക്കും കഥ മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം.